നമുക്കേ ഈ വാക്കുകൾ കൊണ്ട് മുറിവേറ്റാലുണ്ടല്ലോ അത് മാറാൻ വലിയ പാടാണ്. അതിൻ്റെ ആഴവും പരപ്പും വേദനയും ഒക്കെ നമ്മൾ അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. മറ്റൊരാൾക്ക് നമുക്കത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റിക്കോളണമെന്നില്ല. ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് കൂട്ടിക്കോളൂ. അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ 2-3 നുണകളെ കുറിച്ച് ഓർത്തിട്ട് ആ ഒരു ഞെട്ടൽ മാറാൻ ഞാനൊരു 1.5 ആഴ്ചയെങ്കിലും സമയം എടുത്തിട്ടുണ്ടാവും. അവർ പറഞ്ഞ ആ കാര്യം നടന്നന്ന് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ആ പറഞ്ഞ കള്ളമാണെന്ന് തെളിയിക്കാൻ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പക്ഷെ എന്നിട്ടും അവർ മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വയ്യാഞ്ഞിട്ട് പറഞ്ഞതായിരിക്കും, മറന്നുപോയതായിരിക്കും എന്നൊക്കെ ഞാൻ ഇരുട്ടുകൊണ്ട് ഓട്ടം എടുക്കാൻ ശ്രമിച്ചിട്ട് പോലും ശരിയാണ്, ഞാൻ മറന്നതാണെന്നൊരു വാക്ക് തിരുത്താൻ അവർ മെനക്കെട്ടില്ല. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എങ്ങനെ, നിർത്താതിരിക്കുന്നത് എങ്ങനെ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ആദ്യ കയറി. അതിലപ്പുറം എന്നെ അലട്ടിയൊരു കാര്യം, ആരും ഇല്ലാത്തൊരു സമയത്ത് ഇതുപോലെ കയറി വന്ന് ഞാൻ പറയാത്ത കാര്യം, ഞാൻ ചെയ്യാത്ത കാര്യമൊക്കെ ഞാൻ ചെയ്തതായിട്ടും പറഞ്ഞതായിട്ടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാനത് മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിപ്പിക്കുക എന്നുള്ളൊരു ടെൻഷൻ കൂടി എനിക്ക് ഉണ്ടായിട്ടോ. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കള്ളം പറയാമെങ്കിൽ ഞാൻ അറിയാതെ, ഞാൻ കേൾക്കാതെ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് എങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് എന്തെല്ലാം കള്ളങ്ങൾ പറയാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടാവും, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നൊക്കെയുള്ള ചിന്തയാണ് കേട്ടോ എന്നെ ഏറ്റവും അധികം അസ്വസ്ഥയാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ ഇതിങ്ങനെ ആലോചിച്ച് ഇവർ പണ്ട് മുതലേ ഉണ്ടാക്കി തന്ന സകല ട്രോമകളും കൂടി പിന്നെയും വന്ന് തലയിൽ കയറി ഇറങ്ങി ഉള്ള സമാധാനം അങ്ങ് കളഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെയാണ് അതിൽ നിന്ന് റിക്കവർ ആയതെന്നല്ലേ. ഈ വാടക വീട്ടിൽ താമസം തുടങ്ങിയത് പിന്നെ എനിക്ക് ചൂല് കാശ് കൊടുത്ത് വാങ്ങേണ്ടി വന്നിട്ടില്ല കേട്ടോ. എപ്പോൾ ചൂല് കഴിയാറായി തുടങ്ങുമ്പോഴേക്കും ഞാൻ ഈ വീട്ടുടമസ്ഥരുടെ ഇളയ മോനായ ഫർസിന്റെ അടുത്ത് ഇനി തെങ്ങ് കയറുമ്പോൾ പച്ചോല ഇടിപ്പിക്കണേ എന്നൊന്ന് ഏൽപ്പിക്കൂ കേട്ടോ. കുരലൊടിഞ്ഞിട്ട് 4 ഓലകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു തെങ്ങ് കണ്ടപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ആ ഓലകളൊന്ന് വെട്ടി തരണേ, ചൂലുണ്ടാക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവന് തെങ്ങ് തന്നെ അങ്ങ് വെട്ടി തന്നു. സ്ട്രെസ്സ് കുറക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിലൊന്നാണ് ഇങ്ങനെ ഈർക്കിൽ ഈണ്ടെടുത്തിട്ട് ചൂലാക്കുക എന്നുള്ളത്. എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ മനസ്സിലായത്. ഓരോ ഈർക്കിൽ ഈണ്ടെടുക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ ഈ ഒരു സംഭവമായിരുന്നു. പക്ഷെ അവസാനം ആകുമ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടും അവരെക്കുറിച്ച് ഓർത്തിട്ടൊക്കെ ഞാൻ ഈ ചെലവഴിക്കുന്ന സമയം തന്നെ എൻ്റെ മണ്ടത്തരം കൊണ്ടാണെന്നും ഇവരെന്നോ മുതലേ ഇങ്ങനെയൊക്കെ തന്നെ ആണെന്നും ഒരിക്കലും ഇവർക്ക് ജീവിതത്തിൽ മാറാൻ പറ്റില്ലെന്നൊക്കെ. ഇവരുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എത്രയോ തവണ മുറിവേറ്റ ഒരാളാണ് ഞാൻ. അന്നൊക്കെ അതിജീവിച്ച പോലെ, അവഗണിച്ച പോലെ ഇനിയും എനിക്ക് അതിജീവിക്കാനും അവഗണിക്കാനും പറ്റും എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തി. നമ്മുടെ വീട്ടിൽ മാത്രമല്ല മനസ്സിലും ഇതുപോലൊരു ചൂരി കരുതി വെക്കേണ്ടതുണ്ട്. സമാധാനത്തിന് അത് അത്യാവശ്യമാണ്. വല്ലവരൊക്കെ അവരുടെ മനസ്സിലെ മാലിന്യങ്ങൾ ഇങ്ങനെ അവിടെ ആയിട്ട് നിക്ഷേപിച്ചു പോകുമ്പോഴേ തൂത്തെറിയാൻ പാകത്തിലൊരു ചൂല് വേണം. അതൊക്കെ ഇങ്ങനെ അടിച്ചു വാരിയിട്ടേ പരമാവധി ദൂരേക്ക് ഇങ്ങനെ തൂത്തെറിഞ്ഞു നോക്കും. ആരെങ്കിലുമൊക്കെ നന്നായിക്കോളെന്ന് കരുതി അവരെ പരിഗണിക്കാൻ കുറേ സമയം മാറ്റിവെക്കുന്നതിനേക്കാളും നല്ലത് അവനവൻ്റെ മനസ്സ് വൃത്തിയാക്കാൻ ഒരിത്തിരി സമയം മാറ്റിവെക്കുന്നതാണ്. നമ്മൾ എന്തിനും എല്ലാവരുടെയും മാലിന്യങ്ങൾ ചുമന്ന് നടക്കണം, ശരിയല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.